ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേൺ ആൻഡ് സ്ലേ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ നോട്ട്സ് വേണ്ടവർ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. നല്ല അടിപൊളി നോട്ട്സാണ്, എക്സാമിന് എന്തായാലും ഹെൽപ്ഫുള്ളാവും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടി ക്ലാസ്സസൊക്കെ കേട്ടാൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബുക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, നല്ല മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. മെറ്റമോർഫോസിസിൻ്റെ പോയറ്റായ ഓവിഡിനെ കുറിച്ച് പറയാം. ഓവിഡിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് പുബിലിയസ് ഒവീഡിയസ് നാസോ എന്നാണ്. അദ്ദേഹം ഒരു റോമൻ പോയറ്റായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നത് അഗസ്റ്റസിൻ്റെ റെയിൻ ടൈമായിരുന്നു, അതായത് അഗസ്റ്റസ് റൂള് ചെയ്യുന്ന ടൈമായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ കണ്ടംപററീസ് ഓഫ് വെർജിൽ ആൻഡ് ഹൊറൈസ് വിത്ത് ഹൂം ഹി റാങ്ക്ഡ് ആസ് വൺ ഓഫ് ദ 3 കാനോണിക്കൽ പോയറ്റ്സ് ഓഫ് റോമൻ ലിറ്ററേച്ചർ. റോമൻ ലിറ്ററേച്ചറിലെ 3 കാനോണിക്കൽ പോയറ്റ്സിൽ ഒരാളായിട്ട് ആരറിയപ്പെടുന്നുണ്ട്? ഓവിഡ് അറിയപ്പെടുന്നുണ്ട്. ബാക്കി 2 ആൾ ആരൊക്കെയാണ്? ഹൊറൈസും വെർജിലും. ഇവർ 3 ആളുമാണ് റോമൻ ലിറ്ററേച്ചറിൽ 3 കാനോണിക്കൽ പോയറ്റ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. പിന്നെ ഓവിഡിൻ്റെ ഏറ്റവും ഫേമസ് വർക്ക് ഏതാണ്? ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന മെറ്റമോർഫോസിസ് തന്നെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് മെറ്റമോർഫോസിസിനെ കുറിച്ച് പറയുമ്പോൾ പറയാൻ പറ്റുകയെന്ന് വെച്ചാൽ, മെറ്റമോർഫിസിസ് എന്നൊരു വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ? മാറിക്കൊണ്ടേ ഇരിക്കലാണ് അല്ലേ? പല കാര്യങ്ങളും ഈ ഒരു കഥകളിൽ പല മാറ്റങ്ങളും നമുക്ക് കാണാൻ കഴിയും. അടുത്തതായിട്ട് മെറ്റമോർഫോസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറയാം. മെറ്റമോർഫോസിസിൽ നമുക്ക് ഒരിക്കലും ഒരു സിംഗിൾ ക്യാരക്ടർ ഡോമിനേഷൻ കാണാൻ വേണ്ടി സാധിക്കില്ല. അതായത് ഒരു പ്രത്യേകതരം ഹീറോയോ ഒരാളെ മാത്രം നമുക്ക് ഹീറോ ആയിട്ട് കണക്കാക്കാനൊന്നും പറ്റില്ല. കാരണം എല്ലാ ക്യാരക്ടറിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ക്യാരക്ടർ ഡോമിനേഷൻ നമുക്ക് മെറ്റമോർഫോസിസിൽ കാണാൻ വേണ്ടി പറ്റില്ല. മാത്രമല്ല, ഇതിലെന്ന് വെച്ചാൽ 250 സ്റ്റോറീസ് അടങ്ങുന്ന ഒരു കളക്ഷനാണ്. അപ്പോൾ ഈ 250 സ്റ്റോറീസിൽ ഗ്രീക്ക് മിത്തോളജിയും റോമൻ മിത്തോളജിയും ലെജൻസിനെ കുറിച്ചും ഹിസ്റ്ററിയും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഓവിഡ് എന്ന നരേറ്ററാണ് എല്ലാ കഥകളെയും യുണൈറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും നരേറ്റ് ചെയ്യുന്നതും ഒക്കെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസൻസ് ആണ്, ഈ ഒരു ലിറ്റററി ടെക്നിക്കാണ്, ഈ വ്യത്യസ്തമായിട്ടുള്ള ഒരു യുണീക്ക് ലിറ്റററി ടെക്നിക്കാണ് അദ്ദേഹം മെറ്റമോർഫോസിസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കഥകൾ തമ്മിലൊന്നും ഒരു ലോജിക്കൽ ബന്ധം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ഓരോ കഥകളും വ്യത്യസ്തമായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തമ്മിലൊരു ലോജിക്കൽ സ്ട്രക്ചറൊന്നും നമുക്ക് കഥകൾ തമ്മിൽ കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതുതന്നെയാണ് അതിൻ്റെ പ്ലസ് പോയിൻറ്റും. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്രിയേഷനാണ്. അപ്പോൾ അതുതന്നെയാണ് അതിൻ്റെ പ്ലസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക എന്നാണ് ഈ ഒരു സ്ട്രക്ചർ ഓഫ് മെറ്റമോർഫോസിസിൽ പറയുന്നത്. പിന്നെ മെറ്റമോർഫോസിസിൽ അടങ്ങിയിട്ടുള്ള ബുക്കുകളുടെ നെയിം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് കളക്ഷൻ ഓഫ് സ്റ്റോറീസ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഓഫ് സ്റ്റോറീസാണ് മെറ്റമോർഫോസിസിലുള്ളത്. അടുത്തതായിട്ട് ഈ ഒരു മെറ്റമോർഫോസിസിൻ്റെ പല ബുക്കുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ബുക്കുകളിൽ നിന്ന് നമ്മൾ എടുത്തത് ബുക്ക് 3 ബാക്കസ് ആണ് നിങ്ങൾക്ക് ഈ പെർട്ടിക്കുലർ സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ സ്റ്റോറി, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ബുക്കിൽ 6 സ്റ്റോറീസ് ഉണ്ട്. 6 സ്റ്റോറീസ് ആരുടെയൊക്കെ സ്റ്റോറീസാണുള്ളത്? കാഡ്മസിൻ്റെ, ആക്ടിയൺ, സിമിലി, ടെറേഷ്യസ്, നാർസിസസ് ആൻഡ് എക്കോ, പാന്തിയസ് ആൻഡ് ബാക്കസ്. ഇവരുടെ കഥകളാണ് നമുക്ക് മെറ്റമോർഫോസിസ് ബുക്ക് 3യിൽ കാണാൻ വേണ്ടി സാധിക്കുക. അപ്പം നമുക്ക് ബാക്കസിൻ്റെ സമ്മറിയിലേക്ക് കടക്കാം. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള നെയിംസും ഒക്കെ ഉള്ളൊരു കഥയാണ്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു ടൈമിലാണ് നിങ്ങളെങ്കിൽ മാത്രം കേട്ടാൽ മതി. ഇല്ലെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോൾ വന്നിട്ട് വീഡിയോ വീണ്ടും കണ്ടോളൂ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ നിങ്ങൾ വളരെ ബോറടിച്ചിരിക്കുന്ന സമയം ഇത് കേൾക്കണ്ട. കുറച്ചൊന്ന് ഫ്രഷ് ആയിട്ട് കേട്ടാൽ മതി, എന്നാൽ മനസ്സിലാവും ഓരോരോ ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആദ്യത്തെ ക്യാരക്ടർ നിങ്ങൾ മനസ്സിൽ കണ്ടോളൂ, അഗണർ. ഓക്കെ, അഗണറിന് 2 കുട്ടികളുണ്ട് എന്ന് മനസ്സിൽ കാണുക, യൂറോപ്പ ആൻഡ് കാഡ്മസ്. ഓക്കെ, മനസ്സിലായല്ലോ. യൂറോപ്പിനെ ആരോ ഒരാൾ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അത് ആരാണെന്ന് വെച്ചാൽ ജൂപ്പിറ്റർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അതൊരു ഗോഡാണ്. ഓക്കെ, അപ്പോൾ ഗോഡ് ജൂപ്പിറ്റർ ആരെ തട്ടിക്കൊണ്ടു പോവുകയാണ്? അഗണറിൻ്റെ മകളായ യൂറോപ്പയെ തട്ടിക്കൊണ്ട് പോവുകയാണ്. ഓക്കെ, തട്ടിക്കൊണ്ട് പോകുമ്പോൾ അഗണർ ആരാണ്? ഫാദർ. അഗണർ എന്ത് ചെയ്യാണ്? വളരെയധികം ദേഷ്യം പിടിക്കും. തൻ്റെ മകളെയല്ലേ തട്ടിക്കൊണ്ട് പോയത്. അപ്പോൾ അദ്ദേഹം എന്താക്കും? കാഡ്മസിനോട് പറയും, കാഡ്മസായ അദ്ദേഹത്തിൻ്റെ മകനോട് പറയും, നീ ഉടനെ തന്നെ ആരെ കണ്ടെത്തണം?
യൂറോപ്പിയെ കണ്ടെത്തണം, നിനക്ക് അവളെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിനക്ക് അതിൻ്റെതായ പണിഷ്മെൻറ്റ് തരും എന്ന് പറഞ്ഞിട്ട് അവനെ ഭീഷണിപ്പെടുത്തും. അപ്പോൾ കാഡ്മസ് ആകെ എന്താവും, വളരെ ടെൻഷനാവും. കാരണം എന്തായാലും തൻ്റെ സിസ്റ്ററിനെ കണ്ടെത്തിയേ മതിയാവുള്ളൂ. അപ്പോൾ അവൻ എന്താവും, ഒരുപാട് തിരയും, ഇങ്ങനെ യൂറോപ്പിയെ തേടി നടക്കും. പക്ഷെ അവനക്ക് എവിടെയും കണ്ടു കിട്ടില്ല. ലാസ്റ്റ് അവൻ എന്ത് ചെയ്യും, അപ്പോളോ ഗോഡിനോട്, അടുത്ത ഗോഡാണ്, ജൂപ്പിറ്റർ ഗോഡ് തട്ടിക്കൊണ്ടുപോയി. ഇനിയിപ്പോൾ അപ്പോളോ ഗോഡിനോട് കാഡ്മസ് എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും, എന്നെ ഹെൽപ്പ് ചെയ്യണം, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ സിസ്റ്ററിനെ കണ്ടെത്തണം, അതിനുവേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് അപ്പോളോ ഗോഡിനോട് ആര് പ്രാർത്ഥിക്കും, കാഡ്മസ് പ്രാർത്ഥിക്കും. കാഡ്മസ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പോളോ എന്ത് ചെയ്യും, കാഡ്മസിനോട് പറയും, ഓക്കെ നിന്നെ ഞാൻ സഹായിക്കാം, നീ എന്ത് ചെയ്യണം, ഒരു കൗവുണ്ട്, ഒരു കൗവിനെ കൊടുക്കും, എന്നിട്ട് പറയും ഇവനെ ഫോളോ ചെയ്തിട്ട് നീ പോയാൽ മതി, നിനക്ക് എന്ത് കിട്ടും, നിൻ്റെ സിസ്റ്ററിനെ കണ്ടെത്താനും അല്ലെങ്കിൽ നീ ഒരു സിറ്റിയെ കണ്ടെത്തും, നീ ഒരു സിറ്റിയെ, പുതിയൊരു സിറ്റിയെ നീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആര് പറയും, അപ്പോളോ പറയും. അങ്ങനെ എന്താവും, കാഡ്മസ് ആ ഒരു കൗവിൻ്റെ ബേക്കിൽ തന്നെ പോകും. അങ്ങനെ അവനൊരു സ്ഥലത്തെത്തും. ആ സ്ഥലത്തെത്തിയ സമയത്ത് കാഡ്മസ് മാത്രമല്ല പോവുക, അവൻ്റെ കൂട്ടാളികളും കൂടി പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് അവരൊരു സ്ഥലത്തെത്തിയല്ലോ, ആ സ്ഥലത്ത് ഒരു വലിയൊരു പാമ്പ്, ഒരു സർപ്പൻ്റ് ഉണ്ടാവും. ആ സർപ്പൻ്റ് എന്താക്കും, കാഡ്മസിൻ്റെ ഒരു കൂട്ടാളിയെ കൊല്ലും. ഓക്കെ, അത് വളരെ അതിനെക്കുറിച്ചൊക്കെ വിവരിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. വലിയ പല്ലുകളും ഒക്കെ ആയിട്ട് വളരെ ഭീകരനായിട്ടുള്ളൊരു സെർപ്പൻ്റാണ്, സ്നേക്കാണത്. ആ സ്നേക്ക് കാഡ്മസിൻ്റെ കൂട്ടാളികളെ കൊല്ലും. അതിനുശേഷം കാഡ്മസ് എന്താവും, വളരെ ഫ്യൂരിയസ് ആവും, അവൻ്റെ കൂട്ടാളിയല്ലേ ഇത് കൊന്നത്. അതുകൊണ്ട് കാഡ്മസ് എന്താക്കും, ആ ഒരു സ്നേക്കിനെ കൊല്ലും. ആ സ്നേക്കിനെ കൊന്നതിന് ശേഷം അതിൻ്റെ വലിയ പല്ലുകൾ കാഡ്മസ് എന്ത് ചെയ്യും, ആ ഒരു മണ്ണിൽ കുഴിച്ചിടും. ആ കുഴിച്ചിടാൻ പറയുന്നത് മിനർവയാണ്. മിനർവയുടെ റിക്വസ്റ്റ് പ്രകാരം കാഡ്മസ് ആ പാമ്പിൻ്റെ പല്ലുകൾ ആ മണ്ണിൽ കുഴിച്ചിടും. കുഴിച്ചിട്ടതിന് ശേഷം മണ്ണിൽ നിന്നും പെട്ടെന്ന് കുറേ മനുഷ്യന്മാർ ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങും, ലാൻഡിൽ നിന്ന്. ആ ലാൻഡിൽ നിന്ന് കുറേ മനുഷ്യന്മാർ പുറത്ത് വന്നിട്ട് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഒരുപാട് ആൾ മരിക്കും. മരിച്ചിട്ട് ലാസ്റ്റ് ഒരു 5 പേര് മാത്രം ലെഫ്റ്റ് ആവും. ആ 5 പേരും എന്ത് ചെയ്യും, അവർ തമ്മിൽ എഗ്രി ചെയ്യും. അതായത് നമുക്കിനി കൊലയൊന്നും ചെയ്യണ്ട, നമുക്ക് പീസിലൂടെ ഇവിടെ ജീവിക്കാം, അതായത് ശാന്തിയും സമാധാനത്തോടുകൂടി നമുക്കിവിടെ ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് അവരൊരു എഗ്രിമെൻ്റ് ആവും. അങ്ങനെയാണ് തിബിസ് എന്ന സിറ്റി അവിടെ എസ്റ്റാബ്ലിഷ് ആകുന്നത്. ഓക്കെ, അപ്പോൾ തിബിസ് എന്ന സിറ്റി എസ്റ്റാബ്ലിഷ് ആയതിൻ്റെ ബേക്കിലുള്ള ഒരു കഥയാണ് നമ്മൾ ഈ കേട്ടത്. അതുകൊണ്ട് തന്നെ തിബിസിൻ്റെ ഫൗണ്ടറായിട്ട് ആരെയാണ് കാണുന്നത്, കാഡ്മസിനെയാണ് ആൻഷ്യൻ മിത്തിൽ എല്ലാവരും വിശ്വസിച്ചിരുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ സിറ്റി ഓഫ് തിബിസ് കാഡ്മസ് അങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് നമുക്ക് ബ്ലോക്ക് 2 യൂഡിപ്പസ് റെക്സിൻ്റെ കഥകളിൽ കേൾക്കാം. തിബിസ്, കിങ് ഓഫ് തിബിസ് ആണല്ലേ യൂഡിപ്പസ്. ആ ഒരു തിബിസ് എന്ന് പറഞ്ഞ സിറ്റി കണ്ടെത്തിയത് അപ്പോൾ കാഡ്മസ് ആണ്. അതിൻ്റെ പിന്നിലുള്ള ഒരു കഥയാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കഥയിൽ നിന്നും പിന്നീട് ആദ്യം വേറൊരു സീനിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ജൂപ്പിറ്റർ ആരെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, കാഡ്മസിൻ്റെ സിസ്റ്ററായ യൂറോപ്പിയെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അതിനുശേഷം ജൂപ്പിറ്റർ വീണ്ടും അദ്ദേഹത്തിൻ്റെ സെക്ഷൽ ഡാലിയൻസിന് വേണ്ടിയിട്ട് ആരെ തട്ടിക്കൊണ്ട് പോവുകയല്ല, കാഡ്മസിൻ്റെ മകളെ എന്ത് ചെയ്യാണ്, പ്രഗ്നൻ്റ് ആക്കുന്നുണ്ട് ജൂപ്പിറ്റർ ആദ്യം ആരെ തട്ടിക്കൊണ്ടുപോയി, യൂറോപ്പിയെ തട്ടിക്കൊണ്ടുപോയി. പിന്നീട് വന്നിട്ട് ആരെയാണ് പ്രഗ്നൻ്റ് ആക്കുന്നത്, കാഡ്മസിൻ്റെ ഒരു മകളുണ്ട് സിമിലിയെ എന്താക്കുകയാണ്, പ്രഗ്നൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് ട്രബിൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ, കാഡ്മസിൻ്റെ ഫാമിലി അല്ലെങ്കിൽ അഗണറിൻ്റെ ഫാമിലി. ഓൾറെഡി അഗണറിൻ്റെ മകളായ യൂറോപ്പിയെ ജൂപ്പിറ്റർ തട്ടിക്കൊണ്ട് പോയി. അതിനുശേഷം അഗണറിൻ്റെ മകൻ്റെ മകളായ സിമിലിയെ ഇപ്പോഴത്തെ ജൂപ്പിറ്റർ പ്രഗ്നൻറ്റും ആക്കി. ഓക്കെ, അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് കാണാൻ പറ്റുന്നത് എന്താണെന്ന് നോക്കാം. ജൂനോ എന്ന് പറഞ്ഞ അടുത്ത ക്യാരക്ടർ വരികയാണ്. ജൂനോ എന്ന് പറയുന്നത് ഗോഡ് ജൂപ്പിറ്ററിൻ്റെ വൈഫാണ്. അപ്പോൾ ജൂനോ വളരെയധികം എക്സ്ട്രീമായിട്ട് ദേഷ്യത്തിലാണുള്ളത്. കാരണം തൻ്റെ ഭർത്താവിൻ്റെ ഈ ഒരു പ്രവൃത്തികളൊക്കെ കണ്ടിട്ട്, അതായത് ഓരോ സ്ത്രീകളോടും ചെയ്യുന്ന ക്രൂരതകൾ കണ്ടിട്ട് അവൾ വളരെ ദേഷ്യത്തിലാണ് ജൂപ്പിറ്ററിനോട്. അപ്പോൾ അവൾ എന്താണ്, റിവെഞ്ച് എടുക്കാൻ വേണ്ടി തയ്യാറാണ്. പക്ഷെ അവൾ റിവെഞ്ച് എടുക്കുന്നത് ജൂപ്പിറ്ററിനോടല്ല, സിമിലിയോടാണ് റിവെഞ്ച് എടുക്കുക.
കാരണം നമുക്കറിയാം ഇതിലൂടെയെല്ലാം നമുക്ക് ഒരു എന്താ പറയുക വളരെയധികം ഇന്നർ മീനിങ് ഒക്കെ കാണാം. അതായത് എന്ത് തെറ്റ് സംഭവിക്കുമ്പോഴും അവിടെ സ്ത്രീകളാണ് എപ്പോഴും എല്ലാ പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടി വരിക അല്ലേ. അതുപോലെ തന്നെയാണ് ഈ ഒരു ഇലും ദൈവവും അതിന് എതിരായിട്ടൊന്നല്ല പ്രവർത്തിക്കുന്നത്, ദൈവങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഇന്നർ മീനിങ് ഒക്കെ നമുക്ക് വായിച്ചെടുക്കാം, വേണമെങ്കിൽ വായിച്ചെടുക്കാം. അപ്പോൾ ജൂപ്പിറ്ററിൻ്റെ വൈഫായിട്ടുള്ള ജൂനോ വളരെ ഫ്യൂരിയസ് ആണിപ്പോൾ. അവളുടെ ഭർത്താവ് ഇങ്ങനെ ഓരോ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നതും പ്രഗ്നൻ്റ് ആക്കുന്നതും കിഡ്നാപ്പ് ചെയ്യുന്നതൊന്നും അവൾക്ക് ഇഷ്ടമാകുന്നില്ല. അപ്പോൾ അതിനൊരു റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യും, പിന്നെ വേറൊരു രൂപം, അതായത് ഒരു ഓൾഡ് വുമൻ്റെ രൂപത്തിൽ സിമിലിയുടെ മുന്നിലേക്ക് വരും. കാഡ്മസിൻ്റെ ഡോട്ടറായിട്ടുള്ള സിമിലിയുടെ മുന്നിലേക്ക് വന്നിട്ട് അവളോട് പറയും, നീ നിൻ്റെ ജൂപ്പിറ്ററിനോട് പറയണം അവൻ്റെ ഭാര്യനോട് എങ്ങനെയാണോ ലവ് മേക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നിൻ്റെ അടുത്തും ലവ് മേക്ക് ചെയ്യാൻ വേണ്ടി നീ അവനോട് പറയണം എന്ന് പറഞ്ഞിട്ട് സിമിലിയെ എന്ത് ചെയ്യും, തെറ്റിദ്ധരിപ്പിക്കും, അല്ലെങ്കിൽ അവളെ സിമിലിയെ ട്രാപ്പിലാക്കും ജൂനോ. സിമിലി എന്ത് ചെയ്യും, ജൂപ്പിറ്ററിൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് ജൂപ്പിറ്ററിനോട് പറയും, ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു ആഗ്രഹം പറയും, അത് നിങ്ങൾ എനിക്ക് സമ്മതിച്ചു തരണം എന്ന് പറയും. അപ്പോൾ ജൂപ്പിറ്റർ പറയും, ഞാൻ എന്തായാലും സമ്മതിച്ചു തരാം, എന്താ നിൻ്റെ ആഗ്രഹം എന്ന് പറയാമെന്ന് പറയും. അപ്പോൾ സിമിലി പറയും, നിങ്ങൾ ജൂനോനോട് എങ്ങനെയാണോ ലവ് മേക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്നോടും ചെയ്യണം എന്ന് പറയുമ്പോൾ ജൂപ്പിറ്ററിന് പിന്നെ വേറെ വഴിയില്ല. കാരണം ഓൾറെഡി സമ്മതിച്ചു പോയല്ലോ, പ്രോമിസ് കൊടുത്തല്ലോ, ഞാൻ നിൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തരുമെന്ന്. അപ്പോൾ ജൂപ്പിറ്റർ എന്ത് ചെയ്യും, അതൊരു ഡിവൈൻ ക്യാരക്ടറല്ലേ. അപ്പോൾ ഡിവൈൻ ക്യാരക്ടറായിട്ടുള്ള ജൂപ്പിറ്ററിൻ്റെ ആ ഒരു ലവ് മേക്കിംഗ് ആർക്ക് താങ്ങാൻ പറ്റില്ല, സിമിലിക്ക് താങ്ങാൻ പറ്റില്ല. അങ്ങനെ അവൾ മരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സിമിലി എന്ന് പറയുന്നത് ഒരു ഹ്യൂമനാണ്, ജൂപ്പിറ്റർ ഒരു ഡിവൈനായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഡിവൈനായിട്ടുള്ള ജൂപ്പിറ്റർ ഡിവൈനായിട്ടുള്ള ജൂനോനോട് മേക്ക് ചെയ്യുന്ന ലവ് ഹ്യൂമനായിട്ടുള്ള സിമിലിയോട് കാണിക്കുമ്പോൾ ഒരിക്കലും സിമിലിക്ക് അത് താങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ സിമിലി എന്താവും, മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ ജൂനോൻ്റെ പ്ലാന് സക്സസ് ആയി. ജൂനോക്ക് വേണ്ടതും അതായിരുന്നു. അതുപോലെ തന്നെ അവളുടെ പ്ലാൻ അവിടെ സക്സസ് ആവുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സീനിൽ ജൂനോയും ജൂപ്പിറ്ററും തമ്മിൽ എന്താണ് ഒരു ഡിബേറ്റിലേക്ക് വരികയാണ്. അതായത് ജൂനോയും ജൂപ്പിറ്ററും തമ്മിലൊരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. അതെന്തിൻ്റെ ബേസിലാണെന്ന് വെച്ചാൽ സെക്ഷുവൽ ഗ്രാറ്റിഫിക്കേഷൻ ആർക്കാണ് കൂടുതൽ ലഭിക്കുന്നത്, അത് വുമണിനാണോ അതോ മെന്നിനാണോ എന്നുള്ള ഒരു ഡിബേറ്റ് അവർ തമ്മിൽ നടക്കുന്നുണ്ട്. ജൂപ്പിറ്റർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വുമണിനാണ് കിട്ടുന്നതെന്നും ജൂനോ പറയുന്നത് എന്താണ്, അല്ല അത് മെന്നിനാണ് കൂടുതൽ കിട്ടുന്നത് എന്നാണ് അവർ തമ്മിലുള്ള ഡിബേറ്റ്. അപ്പോൾ അതിൽ ആ ഒരു സീനിലേക്ക് അടുത്ത ക്യാരക്ടറായിട്ടുള്ള ടെറാഷ്യസ് വരികയാണ്. ടെറാഷ്യസിനോട് പിന്നെ ഇവർ തമ്മിൽ അഭിപ്രായം ചോദിക്കും. ടെറാഷ്യസിനോട് അഭിപ്രായം ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ടെറാഷ്യസ് മെയിലായിട്ടും ഫീമെയിലായിട്ടും ജീവിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ പറ്റുമല്ലോ ആർക്കാണ് കൂടുതൽ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ടെറാഷ്യസ് പറയും വുമണിനാണ് കിട്ടുക. അപ്പോൾ ജൂപ്പിറ്ററിനുള്ള ഒരു സപ്പോർട്ടല്ലേ അത്. ജൂപ്പിറ്ററും പറയുന്നത് വുമണിനാണ് കിട്ടുക, അതുപോലെ ടെറാഷ്യസും പറയും വുമണിനാണ് കിട്ടുക. അപ്പോൾ ഇത് കേട്ടപ്പോൾ ജൂനോന് വീണ്ടും ദേഷ്യം വരും. അതായത് ടെറാഷ്യസ് ആരെയാണ് സപ്പോർട്ട് ചെയ്തത്, ജൂപ്പിറ്ററിനെയാണല്ലോ സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് ജൂനോ എന്ത് ചെയ്യും, ടെറാഷ്യസിനെ വീണ്ടും ശപിക്കും. എന്താ ശപിക്കുക, നീ ബ്ലൈൻഡായി പോട്ടെ എന്ന് ശപിക്കും. അങ്ങനെ ടെറാഷ്യസ് ബ്ലൈൻഡാവും. അപ്പം ഇത് കണ്ടിട്ട് ജൂപ്പിറ്ററിന് വിഷമം തോന്നും, കാരണം അവൻ എന്നെ സപ്പോർട്ട് ചെയ്തതല്ലേ, എന്നിട്ടല്ലേ അവനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത്. അപ്പോൾ ജൂപ്പിറ്റർ എന്താക്കും, ടെറാഷ്യസിന് ഒരു ഒരു സൂപ്പർ നാച്ചുറൽ പവർ കൊടുക്കും. ആ പവർ എന്താണെന്ന് വെച്ചാൽ അവനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഭാവി കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ പവർ ആർക്ക് കൊടുക്കും, ടെറാഷ്യസിന് ജൂപ്പിറ്റർ കൊടുക്കും. അപ്പോൾ അതിന് ശേഷമാണ് ടെറാഷ്യസ് തൻ്റെ ഫസ്റ്റ് പ്രഡിക്ഷൻ നടത്തുന്നുണ്ട് നാർസിസസിനെ പറ്റി. നാർസിസസ് എന്ത് ചെയ്യും, അവൻ കുറേ കാലം ജീവിക്കും. എപ്പോഴാണോ അവനെക്കുറിച്ച് തന്നെ മനസ്സിലാക്കുന്നത്, അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ മനസ്സിലാക്കുന്നത്, അന്നേ അവൻ മരിക്കുകയുള്ളൂ. അതുവരെ അവൻ എത്രയായാലും അവൻ ലോങ് ലൈഫാണ് അവൻ ഉണ്ടാവുക എന്നുള്ളൊരു പ്രഡിക്ഷൻ കൊടുക്കും. അപ്പോൾ അതിനുശേഷം അത് സത്യമായി വരുന്നുമുണ്ട്. അതായത് നാർസിസസ് ഒരു ദിവസം എന്താക്കും, അവൻ കുറേ ആൾക്കാർ അവനെ ലവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ ബേക്കിൽ നടക്കും. പക്ഷെ അവൻ ആരുടെ ലവിലും വീഴില്ല. ഒടുവിലൊരു ദിവസം അവനിങ്ങനെ ഒരു സ്ട്രീമിൻ്റെ അടുത്ത്, ഒരു നദിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ വെള്ളത്തിൽ അവൻ്റെ തന്നെ റിഫ്ലക്ഷൻ കണ്ടിട്ട് അവനിൽ തന്നെ പ്രണയമുണ്ടാവും. അവനെ തന്നെ പ്രണയിക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ടൈം അവൻ മരിക്കുകയും ചെയ്യും. കാരണം അവനെ തന്നെ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ആ ടൈം അവൻ മരിക്കുകയും ചെയ്യും. അപ്പോൾ ടെറാഷ്യസിൻ്റെ പ്രഡിക്ഷൻ സത്യമായി അല്ലേ. അതങ്ങനെ നമുക്ക് ആ ഒരു കഥയും കൂടി ഇതിൻ്റെ ഇടയിലോട്ട് വരുന്നുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ വേറൊരു സ്റ്റോറി അതിൽ തന്നെ വരികയാണ് പാന്തിയസിനെ കുറിച്ച്. പാന്തിയസ് ആരാണെന്ന് വെച്ചാൽ കാഡ്മസിൻ്റെ ഗ്രാൻഡ് സണ്ണാണ്, മകൻ്റെ മകനാണ് പാന്തിയസ്. പാന്തിയസ് എന്താക്കും, പിന്നെ സോറി അതിൻ്റെ ഇടയിൽ ഒരു കഥയും കൂടി പറയാൻ വിട്ടുപോയി. കാരണം അത്രയും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരുപാട് കഥകളുള്ള ഒരു കളക്ഷനാണ് മെറ്റമോർഫോസിസ്. അപ്പോൾ സോറി, അതിൻ്റെ ഇടയിലൊരു കഥ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ സിമിലി പറഞ്ഞല്ലോ, സിമിലിയും ജൂപ്പിറ്ററും തമ്മിൽ ലവ് മേക്കിംഗ് നടന്നല്ലോ. അതായത് ഡിവൈനും ഹ്യൂമണും തമ്മിലൊരു ലവ് മേക്കിംഗ് നടന്നു. അതിൽ സിമിലി മരിച്ചു. അപ്പോൾ സിമിലിൻ്റെ ഉള്ളിലുള്ള കുട്ടി ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞു സിമിലിയെ ആര് പ്രഗ്നൻ്റ് ആക്കി, നമ്മുടെ ജൂപ്പിറ്റർ പ്രഗ്നൻ്റ് ആക്കിയല്ലോ. ആ പ്രഗ്നൻ്റ് ആക്കിയപ്പോൾ ഈ സിമിലി മരിച്ചതിന് ശേഷം ജൂപ്പിറ്റർ എന്താക്കും, ആ കുട്ടിയെ പുറത്തെടുക്കും. ആ കുട്ടിയെ പുറത്തെടുത്തിട്ട് ആ കുട്ടിയെ എന്ത് ചെയ്യും, പിന്നെ അവൻ്റെ ഫുൾ ടേമിലേക്ക് എത്തിക്കും. ആ കുട്ടിയെ ഫുൾ ടേമിലേക്ക് എത്തിക്കും. ആ കുട്ടിയാണ് ആര്, ബാക്കസ്. ഓക്കെ, ഡിവൈൻ പവറായിട്ടുള്ള ജൂപ്പിറ്ററിൻ്റെയും ഹ്യൂമൺ ആയിട്ടുള്ള സിമിലിയുടെയും മകനാണ് ബാക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്കസിനെ ഒരുപാട് ആൾക്കാർ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു വർഷിപ്പിൽ ആര് പങ്കെടുക്കില്ല, കാഡ്മസിൻ്റെ ഗ്രാൻഡ് സണ്ണായ പാന്തിയസ് സമ്മതിക്കില്ല. അവന് ഇതിനെതിരാണ്. ബാക്കസിനെ ഇങ്ങനെ വർഷിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്തിനാണ് ബാക്കസിനെ വർഷിപ്പ് ചെയ്യുന്നത്, ആരും വർഷിപ്പ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും അവരെന്ത് ചെയ്യും, എതിർക്കും. ബാക്കസിനെ വർഷിപ്പ് ചെയ്യുന്നില്ല. എന്നാൽ ബാക്കി ആരും അതിൽ വിശ്വസിക്കില്ല, എല്ലാവരും അവനെ തന്നെ ബാക്കസിനെ വേർഷിപ്പ് ചെയ്യും. എന്നാൽ പാന്തിയസ് മാത്രം വേർഷിപ്പ് ചെയ്യില്ല. അങ്ങനെ ഒരു ദിവസം എന്താക്കും, പാന്തിയസ് ഒരു സ്ഥലത്തേക്ക് പോകും. എവിടെയാണെന്ന് വെച്ചാൽ മൗണ്ട് സിത്തേറിയനിലേക്ക് പോകും. അവിടെയാണ് ബാക്കസിന് വേണ്ടിയിട്ടുള്ള ആചാരങ്ങളൊക്കെ, പൂജയും ആചാരങ്ങളൊക്കെ നടക്കുന്നത് ആ ഒരു സ്ഥലത്താണ്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പാന്തിയസ് ആ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവൻ രൂപം മാറിയിട്ടാണ് പോവുക. രൂപം മാറിയിട്ട് പോകുമ്പോൾ അവിടെ വെച്ച് അവൻ്റെ അമ്മയും അവൻ്റെ ആൻറ്റിയും ഇവനെ കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ല ഇത് നമ്മുടെ പാന്തിയസ് ആണെന്നൊന്നും മനസ്സിലായില്ല, രൂപം മാറിയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അവനെ ഹണ്ട് ചെയ്യും. ഓക്കെ, വേട്ടയാടും. അപ്പോൾ വേട്ടയാടിയിട്ട് അവനെ കൊല്ലും, പാന്തിയസിനെ കൊല്ലും. പക്ഷെ അവർക്ക് അറിയില്ല അത് പാന്തിയസ് ആണ് എന്നുള്ള കാര്യം. അങ്ങനെ അവിടെ പാന്തിയസിൻ്റെ മരണവും കൂടി അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. പാന്തിയസിൻ്റെ ആൻറ്റിൻ്റെ പേര് ഓട്ടോണി എന്നാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മദറും കൂടിയിട്ടാണ് ആരെ കൊല്ലുന്നത്, പാന്തിയസിനെ കൊല്ലുന്നത്. അറിഞ്ഞുകൊണ്ട് കൊല്ലുന്നതല്ല, അവരെന്താക്കാണ്, അവരൊരു ഹണ്ട് പോലെ ചെയ്യുമ്പോൾ പാന്തിയസ് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് അവർ ഒച്ചത്തിൽ അവരുടെ വിക്ടറിയൊക്കെ ഷൗട്ട് ഔട്ട് ചെയ്ത് പറയും, മദർ. അതാണ് നമുക്കവിടെ കാണുന്നത്. ലുക്ക് അറ്റ് മീ മദർ, എ ഗേവ് സ്റ്റാർട്ടഡ് അറ്റ് ഹിം, uttered a wild shriek, violently shaking her neck and tossing her hair, then twisted his head right off, displaying it high in her blood-drenched fingers. She shouted, joy, my companions, victory is ours എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈന് നിങ്ങൾക്കവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ബാക്കസിൻ്റെ ബുക്കിലുള്ള കഥ. ബാക്കസിൻ്റെ ഈ ഒരു സ്റ്റോറിയിൽ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ വിട്ടുപോയതാണ്. കാഡ്മസിൻ്റെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള ആക്റ്റിയാണ് പിന്നെ ഡിയറായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെയാണ് മാറുന്നതെന്ന് വെച്ചാൽ, ആക്റ്റിയാണ് ഒരു ദിവസം അറിയാതെ ഡയാന കുളിക്കുന്ന സ്ഥലത്തേക്ക്, ഡയാന എന്ന് പറഞ്ഞൊരു സ്ത്രീ ലേഡി കുളിക്കുന്ന ഇവിടത്തേക്ക് അറിയാതെ മുന്നിൽ പെട്ടുപോകും. ഓക്കെ, അപ്പോൾ അവരെന്താണ്, നെയ്ക്കഡായിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. ദെൻ അവരെന്താക്കും, ആക്റ്റിയനെ ശപിക്കും. അങ്ങനെ ശപിച്ചിട്ട് ആക്റ്റിയൻ എന്തായി മാറും, ഒരു ഡിയറായിട്ട് മാറും. പിന്നീട് ആ ഡിയറായി മാറിയതിന് ശേഷം അവനെ ഹണ്ടിങ് ഡോഗ് എന്താവും, കൊല്ലുന്നുണ്ട്. ഓക്കെ, ഒരു ഡിയറാന്ന് വിചാരിച്ചിട്ട് ഹണ്ടിങ് ഡോഗ് അവനെ കൊല്ലുന്നുണ്ട്. അപ്പോൾ ഇതാണ് വേറൊരു സംഭവം ഇവിടെ നടക്കുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ ഈ ഒരു പറഞ്ഞ സ്റ്റോറീസ്, പാന്തിയസിൻ്റെ സ്റ്റോറി ഉണ്ടല്ലോ, കാഡ്മസിൻ്റെ ഗ്രാൻഡ് സണ്ണായ പാന്തിയസ് ആരെ ഇത് ചെയ്യുന്നില്ല, ബാക്കസിനെ വർഷിപ്പ് ചെയ്യുന്നില്ല. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് ഇവർ വർഷിപ്പ് ചെയ്യുന്നതെന്ന് കാണാൻ ഒരു മൗണ്ടിൻ്റെ മേലെ പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അവൻ്റെ മദറും ആൻറ്റിയും തന്നെ അവനെന്ത് ചെയ്യുന്നുണ്ട്, കില്ല് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കാതെ. അപ്പോൾ ഈ കഥകളിലെല്ലാം നമുക്ക് കാണുന്നത് ഒരിക്കലും എന്താ പറയുക, തെറ്റ് ചെയ്യാതെ തന്നെ പലരും ശിക്ഷിക്കപ്പെടുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ആക്റ്റിയൻ ആയാലും അറിയാതെയാണ് മുന്നിൽ പെട്ടുപോകുന്നത്, കുളിക്കുന്നവരുടെ മുന്നിൽ അറിയാതെ പെട്ടുപോയതാണ്. എന്നിട്ടും അവരും കൊല്ലപ്പെടുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, ശാപം ലഭിക്കുന്നുണ്ട്. അതിനുശേഷം വേറൊരു സംഭവം എന്താ നടക്കുന്നത്, സിമിലി എന്താണ്, അവളുടെ തെറ്റല്ലാതെ തന്നെ അവൾ എന്താകുകയാണ്, മരിക്കുകയാണ്. ലവ് മേക്കിങ്ങിൽ സിമിലി മരിക്കുന്നത് അവളുടെ തെറ്റല്ലല്ലോ, ആരുടെ പിന്നെ
ജൂപ്പിറ്ററിൻ്റെയും കൂടി തെറ്റാണ്. പക്ഷെ ആരാണ് അതിനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്? സിമിലിയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ട്രാൻസ്ഫോർമേഷൻസും അതുപോലെ തന്നെ പലരും ആഗ്രഹിക്കാതെയും ആഗ്രഹിച്ചും ചെയ്യാത്ത തെറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ശിക്ഷകൾ ഏറ്റുവാങ്ങുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മെറ്റമോർഫോസിസിൻ്റെ ബാക്കസിൻ്റെ ബുക്കിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊരു അനാലിസിസ് ഇനി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ ഒരു അനാലിസിസ് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാൻ കഴിയുന്നത് എന്താ, ഫസ്റ്റിൽ തന്നെ തിബീസ് എന്ന സിറ്റി ഫൗണ്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു ഡിവൈൻ റിവെഞ്ച് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഗോഡ് എന്താണ്, ഓരോ മെയിൻ ക്യാരക്ടറിനെയും പണിഷ് ചെയ്യാനാണ് അല്ലേ. കാഡമസിനെ പണിഷ് ചെയ്തു, സിമിലിയെ പണിഷ് ചെയ്തു, ടെറാഷ്യസിനെ പണിഷ് ചെയ്തു, പാന്തിയനെ പണിഷ് ചെയ്തു, ആക്ടിയനെ പണിഷ് ചെയ്തു. അങ്ങനെ എല്ലാവരെയും എന്താക്കാണ്, പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അവരറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റിന് അല്ലേ, അറിയാതെ ചെയ്തു പോയ തെറ്റാണ് ആരുടേത്, ഇപ്പോൾ ആക്ടിയൻ അറിയാതെയാണ് ഡയാനയെ കുളിക്കുമ്പോൾ അവളുടെ മുന്നിലേക്ക് വന്നു പോകുന്നത്. അതുപോലെ തന്നെ ടെറാഷ്യസ് അവൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്, എന്ത് വുമണാണ് പ്ലഷർ കൂടുതൽ കിട്ടുന്നതെന്ന് അഭിപ്രായം പറഞ്ഞതിന് അവൻ ബ്ലൈൻഡായി. അതുപോലെ തന്നെ കാഡമസ് എന്താകുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഗോഡ് പണിഷസ് എവരി മേജർ ക്യാരക്ടർ ഫോർ എ ക്രൈം റിഗാർഡ്ലെസ് ദ ക്രൈം വാസ് വിറ്റിംഗ്ലി ഓർ അൺവിറ്റിംഗ്ലി. ഓക്കെ, അത് മനസ്സിലായല്ലോ. പിന്നീട് നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ജൂനോ എന്ത് ചെയ്യുന്നുണ്ട്, സിമിലിയെ പണിഷ് ചെയ്യുന്നുണ്ട് ജൂപ്പിറ്ററുമായിട്ട് ലവ് അഫെയർ നടത്തിയതിന്. പിന്നെ ടെറാഷ്യസിനെ പണിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കസ് ആരെ പണിഷ് ചെയ്യുന്നുണ്ട്, പാന്തിയസിനെ. ബാക്കസ് എങ്ങനെയാണ് പാന്തിയസിനെ പണിഷ് ചെയ്യുന്നത്, പാന്തിയസ് പിന്നെ ആചാരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് രൂപമാറ്റം എടുത്തിട്ട് വരും. പക്ഷെ അവൻ്റെ അമ്മയും അവൻ്റെ ആൻറ്റും തന്നെ അവനെന്ത് ചെയ്യും, ആൻറ്റിയും തന്നെ അവനെ കൊലപ്പെടുത്തും അല്ലേ. ഒരു മൃഗമാണെന്ന് വിചാരിച്ചിട്ട് കൊലപ്പെടുത്തും. അങ്ങനെ ഒരു പണിഷ്മെൻറ്റ് ആർക്ക് കിട്ടുന്നുണ്ട്, പാന്തിയസിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണുന്ന ഒരു തീം എന്ന് പറയുന്നത് റിവെഞ്ചാണ് അല്ലേ. റിവെഞ്ച് തീം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ റിവെഞ്ചും ഒരു ഐറോണിക് ട്വിസ്റ്റിലൂടെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ആക്ടിയൻ എന്ന് പറഞ്ഞ ആൾ ഒരു ഹണ്ടറായിരുന്നു. അയാൾ ഹണ്ടഡ് ആവുന്നുണ്ട്, മനസ്സിലായില്ലേ. ആക്ടിയൻ എന്ന് പറഞ്ഞാൽ ഹണ്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഡയാനയുടെ മുന്നിൽ പെട്ടുപോകുന്നത്. അതിനുശേഷം അവനിക്ക് ശാപം കിട്ടി അവൻ ഡെയറായി മാറിയതിന് ശേഷം അവനെ ഹണ്ടിങ് ഡോഗ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഹണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഹണ്ടറായിട്ടുള്ള ആക്ടിയൻ തന്നെ എന്തായി മാറുകയാണ്, ഹണ്ടഡ് ആവുകയാണ്. പിന്നെ സിമിലി ഈസ് കിൽഡ് ബൈ സെക്സ്. സിമിലിയെ എന്താണ്, സെക്സിലൂടെ സിമിലി കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. വിച്ച് ഡ്രൂ ഹർ ആൻഡ് ജൂപ്പിറ്റർ ടുഗദർ. ആ ഒരു സെക്സ് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ലവ് മേക്കിംഗ് തന്നെയാണ് സിമിലിയെയും ജൂപ്പിറ്ററിനെയും ഒരുമിച്ച് ചേർത്തത്. ആ ഒരു ലവ് മേക്കിംഗ് തന്നെ അവളെ എന്തിലേക്കും കൊണ്ടുപോയി, മരണത്തിലേക്കും കൊണ്ടുപോയി. അപ്പോൾ ഒരു ഐറോണിക് ട്വിസ്റ്റ് നിങ്ങൾ കാണുന്നില്ലേ. ഓക്കെ, ട്വിസ്റ്റ് എന്ന് പറയുന്ന പോലെ ഒരുപാട് ട്വിസ്റ്റ് നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ എന്താ കാണുന്നത്, ടെറാഷ്യസിൻ്റെ എക്സസീവ് നോളജ് കോസ് ഹിസ് ബ്ലൈൻഡ്നെസ്. ടെറാഷ്യസ് ഭയങ്കര ബുദ്ധിമാനാണ് അല്ലേ. അവൻ സ്ത്രീയായിട്ടും പുരുഷനായിട്ടും ജീവിച്ചതുകൊണ്ട് അവനിക്കെല്ലാം അറിയാം. അതുകൊണ്ട് അവൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ് അവൻ ബ്ലൈൻഡായി. ആ അഭിപ്രായം ആർക്കും ഇഷ്ടമായിട്ടില്ല, ജൂനോന് ഇഷ്ടമായിട്ടില്ല. ജൂനോ വളരെ ആംഗ്രി ആൻഡ് വ്രാത്ത്ഫുൾ വുമൺ ആയിരുന്നു. അപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് അവൻ ബ്ലൈൻഡായി. എക്സസീവ് നോളജ് അവൻ്റെ പണി കിട്ടിക്കൊടുത്തു അല്ലേ. പിന്നെ നമുക്ക് എന്ത് പറയാം, നാർഷ്യസസ് റിജക്റ്റഡ് ഓൾ സ്യൂട്ടേഴ്സ് റിജക്റ്റഡ് ബൈ ഹിംസെൽഫ്. നാർഷ്യസസ് എന്ത് ചെയ്യുന്നുണ്ട്, അവനക്ക് കുറേ ലവ് പ്രപ്പോസൽ എല്ലാം റിജക്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് എന്താണ്, ആ പൊട്ടനെ എന്താ ചെയ്യുന്നത്, അവൻ തന്നെ അവൻ്റെ പിന്നെ റിഫ്ലക്ഷനെ പോയിട്ട് പ്രണയിക്കാൻ തുടങ്ങും. ആ പ്രണയിച്ചപ്പോൾ അവൻ്റെ ഈ ലോങ് ലൈഫ് അതോടെ തീർന്നു. അതാര് പ്രഡിക്റ്റ് ചെയ്തതാണ്, ടെറാഷ്യസ് പ്രഡിക്റ്റ് ചെയ്തതാണ്. പിന്നെ അടുത്തത് പാന്തിയസ് ഡെത്ത്. പാന്തിയസ് മരിക്കുന്നുണ്ട്. ഈസ് ഐറോണിക്, അതും ഐറോണിക്കാണ്. കാരണം പിന്നെ അവന് ബാക്കസിനെ വർഷിപ്പ് ചെയ്യുന്നില്ല. ലാസ്റ്റ് അവൻ എവിടെ പോയിട്ടാണ് മരിക്കുന്നത്, ബാക്കസിനെ എവിടെയാണോ ആദരിക്കുന്നത് അല്ലെങ്കിൽ ആചാരം നടത്തുന്നത് അവിടെ തന്നെ പോയിട്ട് അവനും മരിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഐറോണിക് ട്വിസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓക്കെ, അതായത് പാന്തിയസ് ആദ്യം പറയുന്നുണ്ട് ആക്ടിയനെ കൊല്ലും, അല്ലെങ്കിൽ പിന്നെ ആരൊക്കെയാണോ ബാക്കസിനെ പിന്നെ എന്ത് ചെയ്യുന്നത്, വർഷിപ്പ് ചെയ്യുന്നത് അവരെയൊക്കെ ഞാൻ കൊല്ലുമെന്ന് പറയൂ. എന്നിട്ട് അവനൊരു ആനിമലായിട്ട് ട്രാൻസ്ഫോം ആവുന്നു. അതിനുശേഷം ബാക്കസ് എന്ത് ചെയ്യുന്നു, വർഷിപ്പ് ചെയ്യാൻ വേണ്ടി റിഫ്യൂസ് ചെയ്യുന്നു. എന്നാൽ എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് ബാക്കസ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പാന്തിയസിനെ സെൻട്രൽ ഫിഗറാക്കി മാറ്റുന്നുണ്ട് അവൻ്റെ വർഷിപ്പിൻ്റെ ആ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട്. ഓക്കെ,
ഒരു ബലി കൊടുക്കുന്നത് പോലെയില്ല, അവിടെ കൊണ്ടുവന്നിട്ട് ആരെയാണ് ബലിയേൽപ്പിക്കുന്നത്? പാന്തിയസിന് തന്നെ ബലി നൽകുകയാണ് ചെയ്യുന്നത്, അവൻ്റെ അമ്മയും അവൻ്റെ ആൻറ്റും കൂടി. അപ്പോൾ എല്ലാം ഒരു ഐറോണിക് ട്വിസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ മെയിനായിട്ട് കാണുന്ന 2 തീംസാണ് റിവെഞ്ചും ലസ്റ്റും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. നമുക്ക് അടുത്ത നോക്കാം. പിരമിസ് ആൻഡ് തിസ്ബെ ബുക്ക് 4 ആണ്. മെറ്റമോർഫോസിസിലെ ബുക്ക് 4 ആണ്. ഞാൻ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കുകയാണ്, കാരണം എക്സാം ഉള്ളവർക്കൊക്കെ ഹെൽപ്ഫുള്ളാകട്ടെ എന്ന് വിചാരിച്ചിട്ട്. പ്ലീസ് സപ്പോർട്ട് മീ. അപ്പോൾ എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് എന്താണല്ലോ പുതിയ വീഡിയോസ് പെട്ടെന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐ ഹോപ്പ് നിങ്ങൾ ഇപ്പം തന്നെ ഒരുപാട് കമൻസ് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഓരോ സബ്സ്ക്രൈബേഴ്സിനെയും ഞാൻ കാണുന്നത് എൻ്റെ സ്റ്റുഡൻസ് പോലെ തന്നെയാണ്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി പെട്ടെന്ന് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പിരമിഡ്സ് ആൻഡ് തിസ്ബെ എന്ന് പറയുന്നത് മെറ്റമോർഫോസിസിലെ ബുക്ക് 4 ഒരു പാർട്ട് മാത്രമാണ്. ഓക്കെ, ഫുൾ സ്റ്റോറി അല്ല, അതിലൊരു പാർട്ട് മാത്രമാണ്. ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് മിന്യാസ് എന്ന് പറഞ്ഞവരുടെ 3 പെൺകുട്ടികൾ, 3 ഡോട്ടേഴ്സ് ഓഫ് മിന്യാസ്, അവർ വർഷിപ്പ് ചെയ്യുന്നതിന് പകരം, ബാക്കസിനെ വർഷിപ്പ് ചെയ്യുന്നതിന് പകരം അവരവരുടെ ടൈം പാസിന് വേണ്ടിയിട്ട് കഥകൾ പറയുന്നുണ്ട്. ആ കഥയിലൊരു കഥയാണ് പിരമിസിൻ്റെയും തിസ്ബയുടെയും കഥ. അതിൽ ഫസ്റ്റ് ഡോട്ടറായ മിന്യാസിൻ്റെ ഫസ്റ്റ് ഡോട്ടറാണ് പിരമിസിൻ്റെയും തിസ്ബയുടെയും ഈ ഒരു കഥ പറയുന്നത്. ഓക്കെ, ഇതിൽ ക്യാരക്ടർ ലിസ്റ്റ് ആരൊക്കെയാണെന്ന് വെച്ചാൽ പിരമിസ് ഉണ്ട്, തിസ്ബയുണ്ട്, അവരുടെ പാരൻസ് ഉണ്ട്, പിന്നെ ഒരു ലയണസ് ഉണ്ട്. ഇത്രയും ക്യാരക്ടറാണ് നമുക്ക് ഈ ഒരു കഥയിൽ കാണാൻ പറ്റുക. ഇനി നമുക്ക് എന്താണ് കഥ എന്ന് നോക്കാം. പിരമിസും തിസ്ബയും 2 ലവേഴ്സ് ആയിരുന്നു. അവർ ബാബിലോൺ എന്ന സിറ്റിയിലാണ് ജീവിച്ചിരുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ്, അപ്പം നല്ല രസമായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇവർ ബാബിലോൺ എന്ന സിറ്റിയിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഇവരുടെ വീടെന്ന് പറയുന്നത് വളരെ കൗതുകമുണർത്തുന്നൊരു വീടായിരുന്നു ഇവരുടെ വീട്. കാരണം ഇവരുടെ വീട് കണക്റ്റഡ് ആയിട്ടുള്ള ഹൗസാണ്. അതായത് നമ്മുടെയൊക്കെ വീട് എങ്ങനെയാണ് ഉണ്ടാകുക? 2 മതിലും സെപ്പറേറ്റഡ് ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ 2 ചുമരുകൾ സെപ്പറേറ്റഡ് ആയിരിക്കും. എന്നാൽ ഇവരുടെ വീട് എന്ന് പറഞ്ഞാൽ പിരമിസിൻ്റെയും തിസ്ബേൻ്റെയും വീട് ഒറ്റ ചുമര് മാത്രമാണ് അവരുടെ 2 വീടിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹൗസായിരുന്നു. ഓക്കെ, പക്ഷേ ഇവർ ലവിലാണെങ്കിലും ഇവരുടെ പാരൻസിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒരുപാട് റൈവലറി ഉണ്ട്, പരസ്പരം റൈവലറി ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ലവ് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ പിരമിസും തിസ്ബെ എന്ത് ചെയ്തോ, അവരുടെ ആ ഒരു വാളുണ്ടല്ലോ, ഒറ്റൊരു വാളേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ, ആ വാളിലൊരു ഹോൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ക്രാക്ക് ഉണ്ടാക്കി. അതിനുശേഷം അവർ ആ ഒരു ഹോളിലൂട്ടിയാണ് പരസ്പരം വിസ്പർ ചെയ്യുക, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവർ ഒളിച്ചോടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒളിച്ചോടാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അവർ കണ്ടെത്തുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഒരു മൾബറി ട്രീൻ്റെ കീഴിലായിട്ട് എത്തിച്ചേരണമെന്ന് പറയും. പരസ്പരം എന്ത് പറയും? നീ എന്ത് ചെയ്യണം? മൾബറി ട്രീൻ്റെ അവിടത്തേക്ക് എത്തിച്ചേരണം, അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒളിച്ചോടി പോവാമെന്ന് പറയും. അങ്ങനെ അവിടെ ഫസ്റ്റ് മൾബറി ട്രീൻ്റെ അടുത്തേക്ക് എത്തുക തിസ്ബയാണ്. തിസ്ബെ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു ലയണസിനെ കാണും. ആ ലയണസ് ഫുൾ ബ്ലഡി മൗത്തായിട്ടാണുള്ളത്, അതായത് ഫുള്ള് ചോര വാർന്ന മുഖമായിട്ടാണുള്ളത്. കാരണം അവരാരെയോ ഇപ്പോൾ ഇരയായിട്ട് കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫുള്ള് രക്തം കാണുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തിസ്ബെ ആകെ പേടിച്ചു പോയി. അപ്പോൾ അവൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഓടും. മൾബറി ട്രീൻ്റെ കീഴിൽ നിന്നും അവൾ ഓടി രക്ഷപ്പെടും. അവളുടെ ഷാൾ എന്തായിരിക്കും അവിടെ ഇട്ടിട്ട് ഓടും. കാരണം അഥവാ പിരമിസ് വന്നാൽ മനസ്സിലാക്കണമല്ലോ അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ അവിടുന്ന് ഓടി രക്ഷപ്പെടും. അപ്പോൾ അതിനുശേഷം അവിടുത്തേക്ക് ആരെത്തും? പിരമിസ് എത്തും. അപ്പോൾ പിരമിസ് അവിടെ എത്തിയതിന് ശേഷം അവിടെ തിസ്ബയുടെ ഷാള് മാത്രം കണ്ടിട്ട് അവൻ ആകെ പരിഭ്രാന്തനാവും. അതുപോലെ തന്നെ അവിടെ അവൻ കാണുന്നത് ലയണസിൻ്റെ കാൽപാദങ്ങളും പിന്നെ അതുപോലെ തന്നെ ബ്ലഡൊക്കെ കാണുമ്പോൾ അവൻ ആകെ പേടിച്ചു പോവും. ഓക്കെ, അപ്പോൾ അവനെന്ത് ചെയ്യും? ആ ഒരു ബ്ലഡിൻ്റെ ട്രാക്ക് ഫോളോ ചെയ്ത് പോവും. അപ്പോൾ ലാസ്റ്റ് പിരമിസ് എന്ത് അസ്യൂം ചെയ്യും? തിസ്ബയെ ആര് കൊന്നെന്ന് വിചാരിക്കും? ഒരു വൈൽഡ് ബീസ്റ്റ്, അതായത് ഇത് ലയണസോ അല്ലെങ്കിൽ ഏതോ വലിയൊരു മൃഗം തൻ്റെ കാമുകിയെ അല്ലെങ്കിൽ തിസ്ബയെ കൊന്നു എന്ന് അവന് മനസ്സിലാവും. അപ്പോൾ അവൻ എന്ത് ചെയ്യും? അത് സഹിക്കാൻ പറ്റാതെ അവൻ്റെ തന്നെ വാള് വെച്ചിട്ട് അവൻ തന്നെ സൂയിസൈഡ് ചെയ്യും. എങ്ങനെയാണ് സൂയിസൈഡ് ചെയ്യുന്നത് വെച്ചാൽ മണ്ണിൽ ഈ വാളിങ്ങനെ കുത്തനെ വെക്കും, എന്നിട്ട് അതിലേക്ക് ചാടും, അതിലേക്ക് വീഴും. അപ്പോൾ ഇങ്ങനെ വീണപ്പോൾ ഇപ്പോൾ ഒരു വാള് മുകളിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ രക്തം എന്തായാലും മുകളിലേക്ക് സ്പ്ലാഷ് ആവില്ലേ? അങ്ങനെ സ്പ്ലാഷ് ആയിട്ട് ആ ഒരു മൾബറി ട്രീസിലേക്ക് ഈ രക്തം സ്പ്ലാഷായി. അങ്ങനെ രക്തം സ്പ്ലാഷ് ആയപ്പോൾ ആ മൾബറി ട്രീയിൽ
പിന്നെ റെഡ് കളർ സ്റ്റെയിനായിട്ട് അതിലുണ്ടായിരുന്ന ഫ്രൂട്ടൊക്കെ എന്ത് കളറായിട്ട് മാറി? റെഡ് കളറിലായി, സ്റ്റെയിനായി. ആരുടെ ബ്ലഡ് കൊണ്ട്? പിരമിസിൻ്റെ ബ്ലഡ് സ്പ്ലാഷ് കാരണം. ഓക്കെ, ഈ ഒരു നമ്മൾ ഈ പറഞ്ഞല്ലേ ഈ സ്വാഡ്, അതായത് ഈ ഒരു നൈഫ് ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് അതിലേക്ക് തുള്ളി മരിക്കുന്നത് ഒരു ബാബിലോണിയൻ വേ ആയിരുന്നു. അന്നത്തെ ആ സിറ്റിയിൽ അങ്ങനെയായിരുന്നു അവർ സൂയിസൈഡ് ചെയ്തിരുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ അങ്ങനെ സൂയിസൈഡ് ചെയ്തിട്ട് വൈറ്റ് മൾബറി ലീവ്സിലേക്ക് എന്ത് ചെയ്തു? ഈ ഒരു ബ്ലഡ് സ്പ്ലാഷായി പോയി. ഓക്കെ, അപ്പോൾ പിരമിസിൻ്റെ ഈ ഒരു ബ്ലഡ് സ്റ്റെയിൻ എന്താക്കി? വൈറ്റ് മൾബറി ഫ്രൂട്ട്സിനെ ഡാർക്ക് കളറിലേക്ക് മാറ്റി. ഓക്കെ, ഡാർക്ക് കളറിലേക്ക് മാറ്റി. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം തിസ്ബി അവിടത്തേക്ക് തിരിച്ചു വരികയാണ്. തിസ്ബി ഇവിടത്തേക്ക് തിരിച്ചു വന്നിട്ട് അവൾ പിരമിസിനെ കാണാൻ വേണ്ടിയിട്ടും തൻ്റെ ഈ കഥകൾ പറയാൻ, അതായത് താനൊരു ലയണസിനെ കണ്ടു, പേടിച്ചു പോയി, അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് പോയതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പിരമിസിനെ ഇങ്ങനെ അവൾ അന്വേഷിക്കും. പക്ഷേ അവൾക്ക് എവിടെയും പിരമിസിനെ കാണാൻ പറ്റില്ല. പക്ഷേ അവൾ എന്ത് കാണും? പിരമിസിൻ്റെ ഡെഡ് ബോഡി മൾബറി ട്രീൻ്റെ കീഴിലായിട്ട് കാണും. അപ്പോൾ ഇത് കണ്ടപ്പോൾ തിസ്ബയ്ക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. ഉറപ്പല്ലേ അല്ലേ? അവൾ എന്താക്കാൻ തുടങ്ങി? വളരെയധികം കരയാൻ തുടങ്ങി. അങ്ങനെ അതിനുശേഷം അവൾ എന്ത് ചെയ്തു? ആ ഒരു സെയിം കത്തി വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ ആ സ്വാഡ് വെച്ചിട്ട് തന്നെ അവളെ തന്നെ കുത്തി. ഓക്കെ, അങ്ങനെ അവളും എന്താകാണ്? മരിക്കുകയാണ് ചെയ്യുന്നത്. ഇൻ ദി എൻഡ് പിന്നെ രണ്ടാളും മരണപ്പെടുന്നു. അപ്പോൾ ഗോഡ് എന്താകുന്നുണ്ട്? തിസ്ബെ മരിക്കുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ഗോഡിനോട്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് തങ്ങളുടെ ഈ ലവിൻ്റെ ഒരു സിഗ്നലായിട്ട്, സിമ്പലായിട്ട് മൾബറി ട്രീയിലെ ഈ ഒരു വൈറ്റ് മൾബറിയെ ഇപ്പോൾ ബ്ലഡ് സ്റ്റെയിൻ ആയിട്ട് അത് ഡാർക്ക് കളറായല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് എപ്പോഴും ആ കളറ് ഡാർക്കായിട്ട് തന്നെ വെക്കണം. അതായത് വൈറ്റ് മൾബറി ഫ്രൂട്ടിനെ ഒരിക്കലും ഇനി വൈറ്റ് ആക്കരുത്. എങ്ങനെയാണോ തൻ്റെ കാമുകൻ്റെ സ്റ്റെയിൻ, ബ്ലഡ് സ്റ്റെയിൻ അതിലായിട്ട് ആ കളർ ഇങ്ങനെയായോ, അതുപോലെ തന്നെ ഇനി എപ്പോഴും ആ കളറ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അത് തങ്ങളുടെ ലവിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഓർമ്മയ്ക്കായിട്ട് അതങ്ങനെ തന്നെ വേണമെന്ന് ആര് പറയാണ്? തിസ്ബെ ഗോഡിനോടായിട്ട് പറയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. അങ്ങനെ പിരമിസിൻ്റെയും തിസ്ബയുടെയും ഒരു ഫെയ്ത്ത്ഫുൾ ലവ്, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, പിന്നെ അപ്പുറം ഇപ്പുറം വളരെ എന്താ പറയുക, അത്രയും ഇഷ്ടത്തോടെയാണ് അവർ ജീവിച്ചത് നമുക്ക് മനസ്സിലായല്ലേ. അതായത് ഒരാളില്ലെങ്കിൽ താനുമില്ല അല്ലേ, അത്രത്തോളം അവർ അടുപ്പമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും മൾബറി ട്രീൻ്റെ ആ ഒരു കാണുമ്പോൾ, ഫ്രൂട്ട് കാണുമ്പോൾ നമുക്ക് ആരുടെ കഥ ഓർക്കാൻ പറ്റും? പിരമിസിൻ്റെയും തിസ്ബേൻ്റെയും കഥ ഓർക്കാൻ പറ്റും. അപ്പോൾ അത്രയും നല്ലൊരു മനോഹരമായിട്ടുള്ള കഥയാണ്. ഇതിൽ എന്തൊക്കെ തീംസാണുള്ളത്? മിസ്ഫോർച്യൂൺ ഉണ്ടല്ലേ, ഭാഗ്യമില്ലല്ലോ. അവർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കില്ലേ? അവരുടെ പാരൻസിൻ്റെ റൈവൽറി കാരണം അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഭാഗ്യമില്ലാതായി പോയി. പിന്നെ നമുക്ക് നല്ലൊരു ലവ് കാണാം അല്ലേ, നല്ല പവിത്രമായിട്ടുള്ളൊരു ലവ് നമുക്കിവിടെ കാണാൻ പറ്റും. പാരൻ്റൽ കൺട്രോൾ കാണാൻ പറ്റുന്നില്ലേ? അതായത് അവരുടെ തമ്മിലുള്ള ലവ് ഒരിക്കലും അവരുടെ പാരൻസ് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു പാരൻ്റൽ കൺട്രോൾ തീം നമുക്ക് കാണാൻ പറ്റും. പിന്നെ റിബല്യൺ കാണാൻ പറ്റും. മാരേജ് എന്നുള്ള സംഭവങ്ങളൊക്കെ തീമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത ബുക്കിലേക്ക് പോയാലോ? ഫിലോമില എന്നുള്ള ഒരു ബുക്കിൻ്റെ സംഭവം എന്ന് വെച്ചാൽ, ഇത് 2 സിസ്റ്റേഴ്സിൻ്റെ സ്റ്റോറിയാണ്. ഫിലോമില, പ്രോഗ്നെ എന്ന് പറയുന്നത് ടാരിയസിനെ മാരി ചെയ്യുന്നു. ഓക്കെ, പേര് കുറച്ച് കൺഫ്യൂസിങ് ആണ്, ശ്രദ്ധിച്ച് കേട്ടാൽ മതി. നല്ലൊരു കഥയാണിതും. അപ്പോൾ പ്രോഗ്നെ ആരെയാണ് മാരി ചെയ്യുന്നത്? ടാരിയസിനെ മാരി ചെയ്യും. അങ്ങനെ ടാരിയസ് എന്ത് ചെയ്യും? ഒരു ദിവസം പിന്നെ ഫിലോമിനയെയും റേപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു കഥയിൽ. ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തരാം, അതിനുശേഷം ഞാൻ കഥയിലേക്ക് പോകാം. ടാരിയസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫിലോമിനയെ റേപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫിലോമിനയുടെ റേപ്പും അതിനുശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്? ടാരിയസിനെ അവർ റിവെഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറയുന്നേക്കാൾ കൂടുതൽ മെയിനായിട്ട് ഫസ്റ്റ് ക്യാരക്ടേഴ്സ് ലിസ്റ്റ് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. സോ ഒരു ക്യാരക്ടർ ഫിലോമില എന്ന് പറയുന്നത് കിങ് അഥേൻസിൻ്റെ ഡോട്ടറാണ്. അതുപോലെ തന്നെ അവൾ സിസ്റ്റർ ഓഫ് പ്രോഗ്നെ. അതുപോലെ തന്നെ ടാരിയസ് അവളെ റേപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവളുടെ നാവൊക്കെ മുറിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സമ്മറി വായിക്കുമ്പോൾ നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പോൾ വെയിറ്റ്. ഇനി അടുത്ത ക്യാരക്ടർ പ്രോഗ്നെ എന്ന് പറയുന്നത് എൽഡർ ഡോട്ടറാണ്. കിങ് ഓഫ് അഥേൻസിൻ്റെ മൂത്ത മകളാണ്. പിന്നെ ഫിലോമില രണ്ടാമത്തെ മകൾ കേട്ടോ. അപ്പോൾ ഈ മൂത്ത മകളാണ് ആരെ കല്യാണം കഴിക്കുന്നത്? ടാരിയസിനെ
കല്യാണം കഴിക്കുന്നത്. ടാരിയസ് എന്ന് പറയുന്നത് കിങ് ഓഫ് ത്രേസ് ആണ്, ത്രേസിലെ കിങ് ആണ്. അദ്ദേഹമാണ് പ്രോക്നിയെ മാരി ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഫിലോമിലിയെ റേപ്പും ചെയ്യുന്നുണ്ട്. അതായത് പ്രോക്നിയുടെ സിസ്റ്ററെയും റേപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റിസി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെ തന്നെയാണെന്ന് അറിയില്ല. അത് സൺ ഓഫ് പ്രോക്നിയ ആൻഡ് ടേരിയസ്, ടേരിയസിൻ്റെയും പ്രോക്നിയുടെയും മകനായിരുന്നു. അവൻ ആരുമായിട്ട് അവൻ മരിക്കുന്നുണ്ട് ഈ ഒരു കഥയിൽ, കൊലപ്പെടുന്നുണ്ട്. ആരാണ് അവനെ കൊലപ്പെടുത്തുന്നത്? അവൻ്റെ തന്നെ അമ്മയായ പ്രോക്നിയാണ് അവനെ കൊലപ്പെടുത്തുന്നത്. ഇനി സമ്മറിയിലേക്ക് കടന്നാലോ. ത്രേഷ്യൻ കിങ് ആയിട്ടുള്ള ടാരിയസ് പ്രോക്നിയെ കല്യാണം കഴിക്കുന്നു. ഓക്കെ, ത്രേഷ്യൻ കിങ് ആയ ടാരിയസ് ആരെ കല്യാണം കഴിക്കുന്നു? പ്രോക്നിയെ കല്യാണം കഴിക്കുന്നു. അവൾ ആരാണ്? എത്തേനിയയിലെ പ്രിൻസസ് ആണ്. ഓക്കെ, കിങ് ഓഫ് എത്തേൻ്റെ ഡോട്ടറായിട്ടുള്ള പ്രോക്നിയെ ടാരിയഷ്യസ് കല്യാണം കഴിക്കും. എന്നിട്ട് അതിനുശേഷം ടാരിയഷ്യസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ടാരിയസ് പ്രോക്നിയെ ത്രേസിലേക്ക് കൊണ്ടുപോകും, അവൻ്റെ കൺട്രിയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ അവർ ഒരുമിച്ച് ജീവിക്കും. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പ്രോക്നിയയ്ക്ക് ഒരു ആഗ്രഹം, തൻ്റെ സിസ്റ്ററിനെ കാണണം, അതായത് ഫിലോമിലിയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം വരും. കാരണം അത്രയും അടുത്ത സിസ്റ്റേഴ്സ് അല്ലേ. അപ്പോൾ കുറേ നാളിങ്ങനെ മാറി ജീവിച്ചപ്പോൾ അവൾക്കൊരാഗ്രഹം ഫിലോമിലിയെ ഒന്ന് കാണണം. പേര് അപ്പുറം ഇപ്പുറം മാറിപ്പോയേക്കല്ലേ. ഫിലോമില സിസ്റ്ററാണ്, പ്രോക്നിയാണ് ആരുടെ വൈഫ്? ടാരിയസിൻ്റെ വൈഫ്. ഓക്കെ, അപ്പോൾ പ്രോക്നി എന്ത് ചെയ്യും? ടാരിയസിനോട് പറയും, എൻ്റെ സിസ്റ്ററിനെ നിങ്ങളൊന്ന് കൊണ്ടുവരണം, എനിക്ക് അവളെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പോൾ ടാരിയസ് എന്ത് ചെയ്യും? എഗ്രി ചെയ്യും. അങ്ങനെ അവൻ എവിടത്തേക്ക് ട്രാവൽ ചെയ്യും? അത്തേൻസിലേക്ക് ട്രാവൽ ചെയ്യും. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം ഫിലോമിലിയെ കണ്ടപ്പോൾ അവനക്ക് എന്താവും? അവളോടൊരു ഇഷ്ടം തോന്നും, അല്ലെങ്കിൽ അവളോടൊരു ലസ്റ്റ് തോന്നും. ഓക്കെ, ഈ പ്രണയം എന്ന് പറയാൻ പറ്റില്ല, ലസ്റ്റാണ് തോന്നുക. അങ്ങനെ അതിനുശേഷം അവനെന്ത് ചെയ്യും? കിങ്ങിനോട്, അത്തേൻസിലെ കിങ്ങിനോട്, അതായത് അവൻ്റെ ഫാദർ ഇൻ ലോനോട് പറയും, ഫിലോമിലിയെ പ്രോക്നിക്ക് കാണണമെന്നുണ്ട്, അപ്പോൾ അവളെ ഞാനൊന്ന് കൊണ്ടുപോയിക്കോട്ടെ ത്രേസിലേക്ക് എന്ന് പറയും. അങ്ങനെ ഫാദർ സമ്മതിക്കും, കാരണം എന്താ, സിസ്റ്ററിന് കാണാനല്ലേ. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കും. അങ്ങനെ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ത്രേസിലേക്ക് ട്രാവൽ ചെയ്യും. അങ്ങനെ അതിനുശേഷം ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തേരിയസ് എന്ത് ചെയ്യും? ഫിലോമിലിയെ ഒരു വുഡ്സിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്യുകയും ചെയ്യും. അവളെ ത്രട്ടനും ചെയ്യും. എന്ത്? ആരോടും ഇക്കാര്യം പറയരുതെന്നും പറയും. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യും? ഫിലോമിലിയ ആകെ ദേഷ്യത്തിലാവും, വിഷമത്തിലാവും. അവൾ പറയും, ഞാൻ എന്തായാലും ഇക്കാര്യം എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞിട്ട് ഇവനെ ത്രട്ടൻ ചെയ്യും. തിരിച്ചിട്ട് ഞാൻ എന്തായാലും ഇതെല്ലാവരോടും പറയുമെന്ന് പറഞ്ഞിട്ട് ത്രട്ടൻ ചെയ്യുമ്പോൾ ടാരിയസ് എന്താക്കും? ഇവരുടെ ടങ് അങ്ങ് കട്ട് ചെയ്യും, അവളുടെ നാവങ്ങ് മുറിക്കും. നാവ് മുറിച്ചാൽ പിന്നെ അവൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവളുടെ ടങ് അങ്ങ് കട്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും അവളെ റേപ്പ് ചെയ്യും. അപ്പം ഇതിന് ശേഷം അവളെ എന്താക്കും? ഒരു വുഡ്സിൻ്റെ ഒരു ക്യാബിനിൽ ഇംപ്രിസൺ, എന്ത് ചെയ്യാം, അവളെ എന്താക്കും? ഒരു കൂട്ടിലടച്ച പോലെ ആക്കും. ഓക്കെ, അവളെ പുറത്തിറക്കാതെ അതിൻ്റെ ഉള്ളിൽ പെടുത്തും. അതിനുശേഷം ഫിലോമിലൊക്കെ ഇനി സംസാരിക്കാൻ പറ്റില്ലല്ലോ, അവളുടെ ടങ്ക് മുറിച്ച് കളഞ്ഞല്ലോ. അവൾ എന്ത് ചെയ്യും? ടാപ്പസ്ട്രിയിൽ ഈ ഒരു സ്റ്റോറി വീവ് ചെയ്യും. അതായത് സൂചിയും നൂലും വെച്ചിട്ട് തുണിയിൽ ഈ ഒരു സംഭവം ഇവൾ തുന്നിപ്പിടിപ്പിക്കും. ഓരോ അക്ഷരങ്ങൾ എഴുതിയിട്ട് ഈ ഒരു കഥ തുന്നിപ്പിടിപ്പിക്കും. അതായത് തന്നെ ടാരിയസ് റേപ്പ് ചെയ്തു, തൻ്റെ ടങ്ക് മുറിച്ചു എന്നൊക്കെ എഴുതി പിടിപ്പിച്ചിട്ട് അവൾ എന്താക്കും? ഈ ഒരു ടാപ്പസ്ട്രി ആർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും? പ്രോക്നിയയ്ക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഈ ഒരു ക്രൈമിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ഈ ഒരു ടാപ്പസ്ട്രി സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പ്രോക്നിയെ ഇത് കിട്ടും. പ്രോക്നിയയ്ക്ക് ഇത് കിട്ടിയപ്പോൾ അവൾ ആകെ എന്താവും? വിഷമത്തിലാവും. അവൾ എന്ത് ചെയ്യും? സിസ്റ്ററിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാലസിലെ ആൾക്കാരോട് പറയും. അങ്ങനെ അവരെ കൊണ്ടുവരും. അതിനുശേഷമാണ് ഇവർ റിവഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാരിയസിൻ്റെ ഈ ഒരു അൺഫോർഗിവബിൾ ആക്ടിന് എന്തെങ്കിലും ഒരു റിവഞ്ച് ചെയ്യണ്ടേ? അപ്പോൾ ഈ രണ്ട് സിസ്റ്റേഴ്സും കൂടി പ്ലാൻ ചെയ്യും. അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ പ്രോക്നി എന്താക്കും? തൻ്റെ മകനെ തന്നെ അങ്ങ് കൊല്ലും. പ്രോക്നി എന്താക്കും? അവൻ്റെ മകനായ ഇറ്റ്സിയെ കൊല്ലും. അതിനുശേഷം അവൻ്റെ ബോഡി പീസാക്കിയിട്ട് ടാരിയസിൻ്റെ ഡിന്നറിലിടും. ഡിന്നറിൽ ടാരിയസിന് തൻ്റെ മകനെ തന്നെ കുക്ക് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ ടാരിയസ് ഡിന്നർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകനെക്കുറിച്ച് ചോദിക്കും. അവനറിയില്ലല്ലോ തൻ്റെ മകനാണ് ഈ ഫുഡിലുള്ളതെന്നുള്ളത്. അവന് ഇങ്ങനെ പ്രോക്നിയോട് ചോദിക്കും, നമ്മുടെ മകൻ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ പ്രോക്നി പറയും, നിൻ്റെ മകൻ നിൻ്റെ വയറ്റിലുണ്ടെന്ന് പറയും. അപ്പോൾ ഇത് കേട്ടപ്പോൾ ടാരിയസ് ആകെ ആംഗ്രി ആവും. എന്താ ഇവളി പറയുന്നത്? എൻ്റെ മകൻ എങ്ങനെ എൻ്റെ വയറ്റിൽ വരും? അപ്പോൾ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ ഫിലോമില എൻ്ററാവും. ഫിലോമില ആരാണ്? ടാരിയസ് റേപ്പ് ചെയ്ത ആളാണ് ഫിലോമില. ഓക്കെ, പേര് അപ്പുറം കൺഫ്യൂസിങ് ആണ്, പി വെച്ച് തുടങ്ങുന്നതുകൊണ്ട് അത് നല്ലോണം മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ വായിക്കുക. ഓക്കെ, അപ്പോൾ ഫിലോമില എന്താക്കും? എൻ്റർ ചെയ്യും. ടങ്ക് മുറിക്കപ്പെട്ട ആളാണ് ഫിലോമില. ഓക്കെ, ഫിലോമില എന്താക്കും? റൂമിലേക്ക് എൻ്റർ ചെയ്യും. അവളുടെ കയ്യിൽ എന്തുണ്ട്? ഇറ്റ്സിയുടെ
ഹെഡ് ഉണ്ട്. ഇറ്റ്സി എന്ന് പറഞ്ഞ സണ്ണിൻ്റെ ഹെഡ് ഉണ്ട്. അവരുടെ ബോഡി മാത്രമാണ് ഡിന്നറിലിട്ടത്. തല എന്താണ് ഫിലോമിലയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു പ്രൂഫ് വേണ്ടേ, തൻ്റെ മകനെ തന്നെ താൻ തിന്നെന്നുള്ള പ്രൂഫിനും വേണ്ടിയിട്ട് അവൻ്റെ മകൻ്റെ മുഖം എടുത്തിട്ട് ഹെഡും എടുത്തിട്ട് ഫിലോമില റൂമിലേക്ക് എൻ്റർ ആവും. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഫിലോമിലയും പ്രോക്നിയും രണ്ടാളും എന്താകുന്നുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. അവർ എന്തായി മാറുന്നതെന്ന് വെച്ചാൽ ഫിലോമില നൈറ്റ് ആംഗിളായിട്ടും മാറും, പ്രോക്നി ഒരു സ്വാലോ ബേർഡായിട്ട് മാറും. രണ്ടാളും ഓരോ ബേർഡായിട്ട് ട്രാൻസ്ഫോം ആകുന്നുണ്ട്. ടാരിയസ് എന്തായിട്ട് മാറുന്നുണ്ട്, ഒരു ഹൂപ്പി ആയിട്ട് മാറും. ഹൂപ്പി എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ നിന്നെല്ലാം ഇൻസെക്റ്റിനെ കൊത്തി തിന്നുന്നൊരു പക്ഷിയാണ്. അങ്ങനെ അവൻ ആ ഒരു രീതിയിലേക്കും ട്രാൻസ്ഫോം ആയിട്ട് മാറുന്നുണ്ട്. അത്രയാണ് ഈ ഒരു കഥ. ഓക്കെ, അപ്പോൾ ഈ ഒരു കഥയുടെ അനാലിസിസിന് നോക്കാം. പിന്നെ ഫിലോമില എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ ടാരിയസിനെ ത്രട്ടൻ ചെയ്യുന്നുണ്ട് അവളെ റേപ്പ് ചെയ്തതിന് ശേഷം. എന്നിട്ടും അവൾ സൈലൻ്റ് ആണല്ലേ. എങ്ങനെയാണ്, അവൾക്കൊരിക്കലും പിന്നെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. അവൾ സൈലൻ്റായി മാറുകയാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഇന്നത്തെ കാലത്തും ഒരുപാട് സ്ത്രീകൾ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലേ. റേപ്പ് ചെയ്യപ്പെടുന്ന പലരും എന്താണ്, സൈലൻ്റ് ആണ്. ആരാണോ തെറ്റ് ചെയ്യുന്നവർക്ക് എന്താണ്, ഇപ്പോഴും പേടിക്കാണ്ട് ഭയമില്ലാണ്ട് അവർ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആരാണോ വിക്ടിം അവരെപ്പോഴും സൈലൻ്റായിട്ട് ജീവിക്കേണ്ടി വരുന്നു. ആ ഒരു തീം നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് വേറെ എന്ന് പറയുന്നത് ആക്ട് ഓഫ് വീവിങ് ഈസ് സൈലൻ്റ്. അതായത് ഫിലോമില വീവ് ചെയ്യുന്നുണ്ടല്ലോ തുണിയിൽ, നീഡിൽ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു സൈലൻ്റ് ആയിട്ടുള്ള രീതിയല്ലേ. അതായത് ഒരിക്കലും എന്താ പറയുക, അതിനൊരു ഭാഷ ആവശ്യമില്ല അല്ലേ. അതായത് നമുക്ക് ഇതിലൂടെ എന്ത് മനസ്സിലാക്കാം, നമുക്കൊരു കാര്യത്തിനെ എതിർക്കണമെങ്കിൽ ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല. അതിന് മറിച്ച് എന്ത് മതി, നമുക്ക് ഏത് മാനറിലും നമ്മുടെ അഭിപ്രായം എക്സ്പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, പിന്നെ എതിർപ്പ് നമുക്ക് എങ്ങനെയും പ്രകടിപ്പിക്കാമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ടാരിയസ് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഫിലോമിലയുടെ ടങ്ക് കട്ട് ചെയ്യുന്നുണ്ട്. അതായത് അവൾ ഇനി സംസാരിക്കരുത്, ഇതിനെതിരെ ഇനി അവളൊരു വാക്കും പറയരുതെന്ന് വിചാരിച്ചിട്ടാണല്ലോ അവൻ കട്ട് ചെയ്യുന്നത്. എന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, ഫിലോമില ആ ഒരു സംഭവം ഓവർകം ചെയ്യുന്നുണ്ട്. അവളുടെ റിവെഞ്ച് എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവളുടെ ഒരു ഡിറ്റർമിനേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ പ്രോക്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ ഒരു ദേഷ്യത്തിൻ്റെ ലെവൽ, അതായത് ആ സ്വന്തം കുട്ടീനെ വരെ കൊന്നിട്ടാണ് അവളുടെ എന്ത് ചെയ്യുന്നത്, അവളുടെ റിവെഞ്ച് എടുക്കുന്നത്. അപ്പോൾ അത്രയും ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു റേജിൻ്റെ ഒരു എഫക്റ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ വേറെ എന്താ ഇവിടെ പറയാൻ പറ്റുക, പിന്നെ സൈലൻസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതായത് ഫിലോമിനിയും പ്രോക്നിയും എല്ലാം സൈലൻസിലൂടെയാണ് അവരെ എതിർക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കി, ഇപ്പോഴുള്ള സൊസൈറ്റിയിലും കുറേ സ്ത്രീകൾ സൈലൻ്റ് ആണ്. അവരൊക്കെ പിന്നെ റേപ്പ് ചെയ്യപ്പെടുന്ന സ്ത്രീകൾ, വിക്റ്റിമായിട്ടുള്ളവർ ഇപ്പോഴും സൈലൻ്റ് ആണ്. അവരൊക്കെ എന്ത് ചെയ്യണം, സൈലൻ്റ് ആയാലും അവരുടെ റിവെഞ്ച് അവരെടുത്തേ മതിയാവൂ എന്നാണ് ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് അനാലിസിസിൽ നിങ്ങൾക്ക് എന്ത് തീമും കൊണ്ടുവരാം. അതായത് ഈ ഒരു കഥയിലൂടെ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത് അതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. അത് ഓരോരാളുടെ യുണീക്ക് വേ ആണ് അല്ലേ. എങ്ങനെയൊക്കെ ഓരോ കഥ എടുക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ തീമെന്ന് ഓരോരാൾക്കും മനസ്സിലാകുന്നത് പലതുമായിരിക്കും. അപ്പോൾ ആ പോയിൻറ്റ്സ് ഒന്നും ആഡ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് നോക്കിയിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. പിന്നെന്താ, ടാരിയസിൻ്റെ ആക്ഷന് ഈ സിസ്റ്റേഴ്സിനെ സൈലൻ്റ് ആക്കുന്നുണ്ട് അല്ലേ. അതായത് ഫസ്റ്റ് ഫിലോമിലിയ സൈലൻ്റ് ആവുന്നുണ്ട്, പിന്നീട് പ്രോക്നിയും സൈലൻ്റ് ആണ്. അവൾ വന്നിട്ട് എതിർത്ത് പറയുന്നൊന്നുമില്ല. അവൾ നേരെ ആക്ഷനാണ് ചെയ്യുന്നത്, റിവെഞ്ച് ആക്ഷനാണ് ചെയ്യുന്നത്. അല്ലാതെ വന്നിട്ട് പിന്നെ ടാരിയസിനെ ചോദ്യം ചെയ്യുകയോ നീ എന്തിനങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്നില്ല. അവൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, ഫിലോമിലിയെ വേഗം പാലസിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് അവർ റിവെഞ്ച് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് സിസ്റ്റേഴ്സും സൈലൻ്റ് ആയിട്ടാണ് ആക്ഷൻസ് എടുക്കുന്നത്. അപ്പോൾ ഒരു സൈലൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ വേറെ എന്താ ചെയ്യാം, പിന്നെ ടാരിയസ് പിന്നെ ഒരിക്കലും ഗിൽറ്റി അല്ല അല്ലേ. അവൻ്റെ ക്രൈമിനെ കുറിച്ച് അവൻ ഗിൽറ്റി അല്ല. അതുപോലെ തന്നെ ആ ക്രൈം ചെയ്ത ടാരിയസിന് സംസാരിക്കാനും പറ്റുന്നുണ്ട്. അവൻ സൈലൻറ്റും അല്ല. അപ്പോൾ ഒരു ഐറണി മനസ്സിലായില്ലേ. അതായത് തെറ്റ് ചെയ്തവൻ സൈലൻ്റ് അല്ല, തെറ്റ് ആർക്കാണോ അനുഭവിക്കേണ്ടി വന്നത് അവർ സൈലൻ്റ് ആണ്. ഇന്നത്തെ കാലത്തും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഇന്നത്തെ സൊസൈറ്റിയിലും ആരാണോ തെറ്റ് ചെയ്യുന്നത് അവരിപ്പോഴും തല ഉയർത്തി നടക്കുന്നുണ്ട്. എന്നാൽ വിക്റ്റിമായിട്ടുള്ളവരെന്താണ്, സൈലൻ്റായിട്ട് മുഖം മറച്ച് നടക്കേണ്ടി വരുന്നു. ഓക്കെ, പിന്നെന്താ, പ്രോഗ്നെ അവളുടെ കുട്ടിയിലൂടെയാണ് റിവെഞ്ച് എടുക്കുന്നത്. പിന്നെ വേറെന്താ പറയുക, ദി സ്റ്റോറി കൺവേസ് എ മെസ്സേജ് ഓഫ് ഫീമെയിൽ സൈലൻസ് ആൻഡ് മെയിൽ പവർ. ഈ ഒരു സ്റ്റോറിയിലൂടെ എന്ത് മെസ്സേജാണ് കിട്ടുന്നത്, ഫീമെയിൽ സൈലൻസും മെയിലിൻ്റെ പവറും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇത് സൈലൻസ് എന്ന് പറയുന്നത് അറൗണ്ട് റേപ്പ് ആൻഡ് അതർ ഹൊറിഫിക് ഇവൻറ്റ്സ് പ്രിവെൻറ്റ്സ് സൊസൈറ്റി ഫ്രം എഫക്റ്റീവ്ലി അഡ്രസ്സിങ് ദെയർ ഇഷ്യൂ.
സൈലൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇഷ്യൂ വരുമ്പോൾ അതിനെ നമുക്ക് എഫക്റ്റീവായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് മാറ്റണം, ഈ ഒരു സൈലൻസ് മാറ്റിയിട്ട് ഓരോരുവർക്കും കഴിയുന്ന രീതിയിൽ എല്ലാവരും എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങൾക്കും എതിർപ്പറിയിക്കണം. ഓക്കെ എന്നുള്ളൊരു തീം നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ റൈപ്പ് വിക്ടിംസ് ഈവൻ ഡു നോട്ട് റിപ്പോർട്ട് ഓഫ് ദ ക്രൈം ഫോർ ദ ഫിയർ ഓഫ് റിറ്റാലിയേഷൻ ആൻഡ് സ്റ്റിഗ്മ. അപ്പോൾ ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഇപ്പോഴും ഇല്ല. അതായത് റേപ്പ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ആ ഒരു വിക്ടിമിനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുക അല്ലേ, നീ അത് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നിൻ്റെ ഡ്രസ്സ് അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നീ അങ്ങനെ ബിഹേവ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സോഷ്യൽ സ്റ്റിഗ്മ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ റേപ്പ് വിക്ടിംസ് എല്ലാം ഇപ്പോഴും സൈലൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു കഥ എന്ന് പറയുന്നത് ഒരു പവർഫുൾ വാണിംഗ് ആണ് അല്ലേ. അതായത് ആരാണോ തൻ്റെ വിക്ടിമിനെ സൈലൻസ് ആക്കുന്നത്, അതായത് ഇപ്പോൾ ഇവിടെ തേരിയസ് ആരെ സൈലൻ്റ് ആക്കുന്നുണ്ട്, ഫിലോമിലെ സൈലൻ്റ് ആക്കുന്നുണ്ട്, എന്നിട്ടും അവൻ പിന്നെ എന്ത് ചെയ്യേണ്ടി വന്നു, ആ റിവെഞ്ച് അനുഭവിക്കേണ്ടി വന്നില്ലേ. അപ്പോൾ ഇതൊരു വാണിംഗ് ആണ്. അതായത് ആരും ഒരു വിക്ടിമിനെയും സൈലൻ്റ് ആക്കിയിട്ട് കാര്യമില്ല, എല്ലാവരും എന്ത് ചെയ്യും, റിവെഞ്ച് എടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് കുറച്ച് ഭയത്തിലൊക്കെ നിന്നാൽ മതി, ആരും ഇങ്ങനത്തെ ആക്ട് ചെയ്യണ്ട, റേപ്പൊന്നും ചെയ്തിട്ട് വലിയ സംഭവമായിട്ട് നിൽക്കണ്ട, കാരണം എല്ലാം എതിരെ വരും. ഓക്കെ അങ്ങനെ ഒരു തീമും കൂടി നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഒരു വാണിംഗ് ആണ്, ആരും ഈ ഒരു തെറ്റിനി റിപ്പീറ്റ് ചെയ്യേണ്ട, റിപ്പീറ്റ് ചെയ്താൽ ആരുടെ അവസ്ഥ വരും, ടൈറിയസിൻ്റെ അവസ്ഥ നിങ്ങൾക്കും വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വാണിങ്ങും കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ തീമായിട്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അല്ലേ. ട്രാൻസ്ഫോർമേഷൻ എന്താ ഉള്ളത്, ആര് എന്തായിട്ട് ട്രാൻസ്ഫോം ആകുന്നുണ്ട്, ലാസ്റ്റ് സിസ്റ്റേഴ്സ് ഒരു ബേർഡായിട്ട് ട്രാൻസ്ഫോം ആകുന്നുണ്ട്, സാലോ നൈറ്റിംഗിളായിട്ട് ട്രാൻസ്ഫോം ആകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടാരിയസ് എന്തായിട്ടും ട്രാൻസ്ഫോം ആകുന്നുണ്ട്, ഹൂപ്പി ആയിട്ടും ട്രാൻസ്ഫോം ആകുന്നുണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഈ ഒരു കഥയിൽ കാണാൻ പറ്റും. പിന്നെ റിവെഞ്ചും കാണാൻ പറ്റും. അപ്പോൾ അത്രയാണ് ഈ ഒരു സ്റ്റോറി ഉള്ളത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ 3 കഥകളും മനസ്സിലായെന്ന്. അപ്പോൾ ഈ ഒരു സമ്മറിയും അനാലിസിസൊക്കെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കുക, ക്യാരക്ടറിൻ്റെ പേരുകളും നന്നായിട്ട് മനസ്സിലാക്കുക, എങ്കിൽ തന്നെ എന്ത് ക്വസ്റ്റ്യൻ വരുമ്പോൾ നല്ല രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും. ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ നോട്ട്സ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, പെട്ടെന്ന് തന്നെ അയച്ചുതരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്, ബൈ.